ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. ഈ വലിയ നോമ്പുകാലം നമ്മെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ഇടയാകുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ നാളുകൾ വെറും ബാഹ്യമായ ആചരണത്തിൻ്റെ ഭാഗമാകാതെ ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കുവാൻ ഇടയാകട്ടെ. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവി. ഈ ദിവസത്തെ ചിന്തയ്ക്കായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എബ്രായർ ലേഖനം 10-ാം അധ്യായത്തിൽ 25-ാം വാക്യം. സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുവിൻ. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകും. Let us consider how to stir up one another to love and good works, encourage one another, and all the more as you see the day drawing near. സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗൂഢത്തെപ്പറ്റി അപ്പോസ്തലൻ ഇവിടെ ഓർപ്പിക്കുന്നു. സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹിപ്പിക്കും. സഭകൾ ആത്മീയമായി വളരുന്നു. കൂട്ടായ്മകൾ, കൂടിവരവുകൾ ഒക്കെ പ്രബലമായി നടക്കുന്നു. എന്നാൽ അതോടുകൂടി എല്ലാം അവസാനിച്ച് തൻ്റേതായ മേഖലകളിലേക്ക് വീണ്ടും തിരിയുന്നു. സ്വാർത്ഥതയുടെ ആൾരൂപമായി ഞാനും നിങ്ങളും തീരുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലും, മക്കളും മാതാപിതാക്കളും തമ്മിലും, സഹോദരങ്ങൾ തമ്മിലും എല്ലാം കണക്കുകളിൽ അവസാനിക്കും. എനിക്ക് ലഭിച്ചത് കൃത്യമായി മടക്കി നൽകുവാൻ വ്യഗ്രത കാണിക്കും. ഇന്ന് കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം സ്നേഹത്തിൻ്റെ അഭാവമാണ്. അതിന് കാരണവും മുൻവാക്യത്തിൽ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു. സ്നേഹം, കരുതൽ ഇവ ലഭ്യമാകാത്ത മാതാപിതാക്കൾ, മക്കൾ, രോഗികൾ എല്ലാം നാം ഉൾപ്പെടുന്ന സമൂഹമാണ്. ദിനംതോറും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വർദ്ധിച്ചു വരുന്നു. ഏതിലെങ്കിലും തൃപ്തി കാണുവാൻ ആഗ്രഹിക്കുന്ന യുവത, വേഗത്തിൽ ധനം സമ്പാദിക്കുവാൻ താല്പര്യപ്പെടുന്നവർ, അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ജീവിത തകർച്ചകൾ. എന്താണ് അതിന് കാരണം? നമുക്ക് മടങ്ങി വരാം. കുരിശിൻ്റെ ചൂട്ടിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. കാൽവറിയിൽ നിന്നൊഴുകുന്ന സ്നേഹം നമ്മിൽ നിറയുമ്പോൾ പാപബോധവും മാനസാന്തരവും സംഭവിക്കും. എല്ലാം ചട്ടങ്ങൾക്കനുസൃതമായി പോകുന്നുവെങ്കിലും ജീവിതത്തിൽ ശൂന്യത നിറയുന്നു. അത് പകയ്ക്കും വിദ്വേഷത്തിനും കാരണമാകുന്നു. എന്നാൽ സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും നാം ഉത്സാഹിക്കണം. അത് ജീവിത ശൈലിയായി മാറണം. അതിന് പരിശീലനം ആവശ്യമാണ്. നമ്മുടെ ദൈനംദിന ജീവിത ശൈലി ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമാകട്ടെ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥം. നമ്മെ കുരിശിൻ്റെ ചുവട്ടിൽ താഴ്ത്തി ഏൽപ്പിച്ച് ക്രിസ്തുവിൻ്റെ അനുകാരിയായി ജീവിക്കുവാൻ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു. നാൾ സമീപിക്കുന്നു. സുനിശ്ചിതമല്ലാത്ത ഭാവിയിൽ ഉള്ള കാലം ദൈവസ്നേഹത്തിൽ വസിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ നോമ്പുകാലം അനുഗ്രഹമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും. ഈ ഒരു വലിയ നോമ്പുകാലം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകപ്പെട്ടതോർത്ത് സ്തോത്രം. സ്നേഹം നഷ്ടപ്പെട്ട, കരുതൽ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൽ സ്നേഹത്തിൻ്റെ വ്യക്താക്കളായി, ചാലകങ്ങളായി തീരുവാൻ
ഞങ്ങളെ സഹായിക്കണം. അന്യോന്യം ഉത്സാഹിപ്പിച്ച് ജീവിച്ച് ദൈവരാജ്യ മഹത്വത്തിനായി സമൂഹത്തിൽ മാതൃകയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കുറവുകൾ ക്ഷമിക്കണം. ഈ നോമ്പുകാലം ഞങ്ങളെ ശുദ്ധീകരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.